ഹായ്. അപ്പോൾ ഇനി നമുക്ക് ഒരു മലയാളം PYQ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2024 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള PYQ ഒന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക്? ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ഡെയിലി നമുക്ക് ഇതുപോലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ എന്തായിട്ടുള്ളൂ? ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ. അത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? എന്താണ്? ലേഖകൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ലേഖകൻ. ഓക്കെ, അപ്പോ അതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി 92 എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്പറാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഇതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം വരുന്നത് ഗുരുക്കളാണ്. ഇനി പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഇവിടെ വരുന്നത് ജനകനാണ്. ജനകൻ. അപ്പോ തനയൻ എന്ന് പറഞ്ഞാലും അതുപോലെ എന്താണ് ആത്മജൻ എന്ന് പറഞ്ഞാലും തനുജൻ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? പുത്രൻ എന്നുള്ളതിന്റെ പര്യായ പദമാണ്. തനയൻ, ആത്മജൻ, തനുജൻ. തനയൻ, ആത്മജൻ, തനുജൻ. കിട്ടിയല്ലോ. അടുത്തത് തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. തീ കനൽ എന്നുള്ളതാണ്. തീ കനൽ. അടുത്ത ക്വസ്റ്റ്യൻ, രാജാവും ഋഷിയുമായവൻ. ഇതിനെ ഒറ്റപ്പദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാജാവും ഋഷിയും ആയവൻ അതിനെന്താ പറയാ? നമ്മള് രാജർഷി എന്നാ പറയാ. എന്താ പറയാ? രാജർഷി. കിട്ടിയോ? രാജാവും ഋഷിയുമായവൻ രാജർഷി. കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? സുതൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗം ഏതാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഏതാണ്? സുധ. സുധ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 800 എന്ന പദം പിരിച്ചെഴുതാൻ. n+100 ആണ് എന്തെന്ന് പറയുന്നത്? 800. അറിയാത്തതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. കൂപമണ്ഡൂകം ഇതും ഇടക്കിടക്ക് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോക വിവരം ഇല്ലാത്തവൻ എന്നതാണ് ഈ ഒരു ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂപമണ്ഡൂകം, ലോക വിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഇതിൽ മേഘം എന്ന അർത്ഥം വരുന്ന പദം വാരിതമാണ്. ഏതാണ്? വാരിതമാണ്. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? വാരിതം. ഏതാണ്? വാരിതം. അടുത്തത് ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ശിഥിലം. ഏതാണ്? ശിഥിലമാണ് ദൃഢത്തിന്റെ വിപരീത പദം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 41/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്നുള്ളതാണ്. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ അടിമത്തം, ഐച്ഛികം, ആജാനുബാഹു ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? നമുക്ക് പറയാം അത് ഒന്ന് മാത്രമുള്ളൂ ശരിയായിട്ടുള്ളത്. അതായത് അടിമത്തം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അടിമത്തം എന്നാണ് എഴുതുക. അത് അടിമത്വം എന്നൊക്കെ നമുക്ക് തരും. അതല്ല, അടിമത്തം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു അതാണോ? അതല്ല, പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു എന്നാണോ? കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു എന്നാണോ? പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചോദിച്ചാൽ ഏത് പറയും? ഇത് ഓപ്ഷൻ സി ആണ് കേട്ടോ. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് ദി വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ. എന്താ അതിന്റെ ഇത് വരുന്നത്? ആ ശൈലിയുടെ മലയാള വിവർത്തനം എന്നറിയോ? അതാണ് പലതുള്ളി പെരുവെള്ളം. എന്താണ്? പലതുള്ളി പെരുവെള്ളം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ എന്ന് വെച്ചാൽ പലതുള്ളി പെരുവെള്ളം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
താഴെ പറയുന്നവയിൽ പർവ്വതത്തിന്റെ പര്യായപദം അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, പറഞ്ഞ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ഇവിടെ താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ പുത്രൻ അല്ലേ, അതിന്റെ പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചിരുന്നത്. ഇവിടെ എന്താണ് പർവ്വതത്തിന് പര്യായപദം അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ അത് ഈ ഓപ്ഷൻ എ എന്തല്ല, പർവ്വതത്തിന്റെ പര്യായപദം അല്ല. അപ്പൊ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഗിരി എന്നുള്ളത് പർവ്വതത്തിന്റെ പര്യായമാണ്. നഖം ഏത് ഗംഗയുടെ അതുപോലെ ശൈലം. അപ്പോൾ ഗിരി, നഖം, ശൈലം ഇതൊക്കെ എന്താണ്, പർവ്വതത്തിന്റെ പര്യായ പദങ്ങളാണ്. നമ്മൾ അത് പഠിച്ചു വെച്ചേക്കുക. ഗിരി, നഖം, ശൈലം. ഗിരി, നഖം, ശൈലം എന്താണ്, പർവ്വതത്തിന്റെ പര്യായ പദമാണ്. ഓക്കെ. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നുള്ളതാണ്. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം വരുന്നത് സ്ഥാവരം. ജംഗമം എന്താണ്, സ്ഥാവരം എന്നുള്ളതാണ്. ജംഗമം സ്ഥാവരം. ഓക്കെ. ഇനി കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ, കർഷക എന്നുള്ളതാണ്. എന്താണ്, കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കർഷക. അടുത്ത ക്വസ്റ്റ്യൻ, കയ്യാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്. കയ്യാടിയെങ്കിലേ എന്താവൂ, വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്തെന്ന് ചോദിച്ചാല് പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. ഓക്കെ ആണല്ലോ. അടുത്തത് വിണ്ടലം അല്ലെ, ഇത് ഇടക്കിടക്ക് പിന്നെ നമ്മൾ 800 എന്നൊക്കെ പഠിച്ചല്ലോ, അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാല് വിൺ പ്ലസ് തലം അല്ലെങ്കിൽ വിൺ അധികം തലമാണ് വിണ്ടലം എന്നത് പറയുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ. എങ്ങനെ, കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിന്റെ ശരിയായ സമാസമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണെന്നറിയോ അതിന്റെ ശരിയായ സമാസം? അത് കഞ്ചനേർമിഴി. എന്താണ്, കഞ്ചനേർമിഴി. എന്താണ് കഞ്ചനേർമിഴി. അപ്പൊ കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിന്റെ ശരിയായ സമാസം എന്ന് പറയുന്നത് കഞ്ചനേർമിഴി. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് അത്? തെരുവ്. ഇതിൽ എന്തല്ല, ഇത് സമാന പദമല്ല. ബാക്കി അങ്ങാടി, കമ്പോളം, ആ പണകം ഇതെന്താണ്, സമാന പദങ്ങളാണ്. സമാന പദമല്ലാത്തത് തെരുവാണ്. അപ്പം അങ്ങാടി, കമ്പോളം, ആ പണകം. ഓക്കെ. ഇതും കൂടെ ഓർത്ത് വെച്ചേക്കുക. കേൾക്കാത്തവര്, ആ പണകം എന്താണ്, അത് സമാന പദങ്ങളാണ്. തെരുവ് എന്താ, അതിൽ ഉള്ളതല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാണ് ഇന്ന് നമ്മൾ നോക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് നോക്കിയതിന് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പര്യായ പദങ്ങളും സമാന പദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ സ്ത്രീലിംഗം, പുല്ലിംഗം എന്നൊക്കെ പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതി വെക്കുക. പിന്നെ നമ്മൾ ആഴ്ചയിൽ റിവിഷൻ ഉണ്ടാവും. അതുപോലെ ഡെയിലി നമ്മൾ റിവൈസ് ചെയ്യുമല്ലോ, ഡെയിലി റിവൈസ് ചെയ്യുമ്പോൾ അതും കൂടെ ഈ കൂട്ടത്തിൽ പഠിച്ചങ്ങോട്ട് പോവുക കേട്ടോ. ഓക്കെ. ഇപ്പൊ ഈ കേട്ടത് അങ്ങനെ കണ്ടു പോയേക്കരുത്, അത് നോട്ട് എഴുതി തന്നെ വെക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി. ഗുഡ് നൈറ്റ്.